9 മണിക്കെങ്കിലും ഒന്ന് തുറക്കേണ്ടതല്ലേ? സമയം പോയി, പെട്ടെന്നാവട്ടെ. ഇന്നും മുതലിങ് എത്തിയ കട നിങ്ങൾ ഇപ്പൊ തന്നെ അടയ്ക്കുന്നുണ്ടോ അതോ ഞങ്ങളുടെ ആത്മാഹുതി കഴിഞ്ഞിട്ടോ? എന്നാടാ എന്നാ കത്തിച്ചാവ്. ഇത്രയും പേര് ചത്താലും ഈ കട പൂട്ടാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഓടാ പോയി പണി നോക്ക്. ചേട്ടാ, കോളേജ് പിള്ളേർ കൂടിക്കൊണ്ട് വരിക. 2 എണ്ണം പൊട്ടിച്ച ശരിയാവും. നമ്മുടെ ആളുകളോട് വരാൻ പറയട്ടെ. നമ്മുടെ ആൾക്കാർ അടിക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. പോലീസ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ അടിച്ചാൽ പ്രശ്നവും കേസും, അവരടിച്ചാൽ ക്രമസമാധാനം. അവര് നോക്കട്ടെ. പറയൂ വരമ്മ. അല്ല സാറേ, വീണ്ടും ഈ കോളേജ് പിള്ളേർ ഇവിടെ വന്ന്. നീ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കാം. ഇന്ന് ഞായറാഴ്ച 4:30 മുതൽ 6 വരെ രാഹുല കാലത്ത് തന്നെ ഫോൺ അടിക്കുന്നല്ലോ. ആരാണോ എന്തോ. K4 പോലീസ് സ്റ്റേഷൻ. ഇവിടെ രാംദാസേ സാർ, പരമന്റെ ബാറിൽ കോളേജ് പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പോയി എന്താന്ന് നോക്കിയിട്ട് ഉടനെ എനിക്ക് ഫോൺ ചെയ്യ്. നമസ്കാരം മുതലാളി. എന്താടോ ഇത്? എനിക്ക് ഞാൻ സംസാരിക്കും. ഒരു മിനിറ്റ് നിർത്ത്. 1 മിനിറ്റ് നിർത്ത് പിള്ളേരെ, ഞാനൊന്ന് പറയട്ടെ. എന്റെ പൊന്നു പിള്ളേരെ. സാർ, ആ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. മക്കളെ, ഞാനും കാക്കിയ പുള്ളിയും കാക്കിയ. തോളിൽ സ്റ്റാർ വെച്ച് കാക്കിയോട് വരാൻ പറ. എന്തായി സാർ? ഇവിടെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ബാർ ഉടമസ്ഥനും ബാർ കൗൺസിൽ മെമ്പേഴ്സും ഒക്കെ ആകെപ്പാടെ ടെൻഷനിലാണ് സാർ. സാർ, കുടിക്കാൻ വരുന്നവരെ പറ്റിയാ പറഞ്ഞത്. അതിനേക്കാളും ദേഷ്യത്തിലാ കോളേജ് പിള്ളേര്. ഞാൻ മോക്ക് കാർ വാങ്ങാൻ വന്നതാ. ചന്ദ്രൻ എസ് ഐ എസ്കോർട്ട് പോയിരിക്കുക. പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയ വേറെ ആരാ ഉള്ളത്? സാർ, പറ്റിയ ഒരാളുണ്ട് സാർ. ആരാത്? യൂത്തന്മാരുടെ യൂത്തൻ. പ്രശ്നം സംസാരിച്ചു തീർക്കാൻ പറ്റിയ ആളാ. രാംദാസ്, എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. പുതുതായിട്ട് ജോയിൻ ചെയ്ത ക്രൈം ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സുഭാഷാണ് സാർ. ഓ, അവൻ ജോയിൻ ചെയ്തിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. പ്രശ്നം അവൻ തീർക്കോടോ. ഒരു സംശയം വേണ്ട സാർ. ശരി, പോയി സോൾവ് ചെയ്യാൻ പറ. ഇങ്ങനെ എല്ലാവരും ഒന്ന് സമാധാനിക്ക്. നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. നിങ്ങളൊരു തീരുമാനം എടുക്കാത്തോണ്ടാ ഞങ്ങൾ സമരം ചെയ്യാൻ വന്നത്. ചില കാര്യങ്ങൾക്ക് സമരം ചെയ്താലേ പറ്റുമെങ്കിൽ സമരം ചെയ്യണം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. പൊതുജനങ്ങൾക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഈ ഞായറാഴ്ച ഞങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? സർ, ഞങ്ങളുടെ കോളേജിനടുത്തുള്ള ഈ വൈൻ ഷോപ്പ് വേറെ സ്ഥലത്തേക്ക് മാറ്റണം സർ. കുടിച്ച് ലെക്ക് കെട്ടി പോകുന്നവർ ഞങ്ങളെ കമന്റ് അടിക്കാൻ ഇനി ഒരു കാരണവശാലും സമ്മതിക്കില്ല. പലതവണ കംപ്ലൈന്റ് കൊടുത്താ ഒന്നും നടന്നിട്ടില്ല. ഇതിനൊരു തീരുമാനം അറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങൾ സ്വയം കത്തിയെറിഞ്ഞാലേ നിങ്ങൾ തീരുമാനം എടുക്കുമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാ. ആരാത്? ആർക്കടാ കത്തിരിയേണ്ടത്? ഞാനാ? നീയാണോ? കത്തിരിയേണ്ടത് നീയല്ല, ഈ ബാറും വൈൻ ഷോപ്പും. വെരി നൈസ്. സാറ് പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ അതുപോലെ ചെയ്യേ. പറഞ്ഞത് കേട്ടില്ലേ?
പോയി 4 ലക്ഷം പഠിക്കാൻ നോക്കാനുള്ളത്. പിള്ളേരെ, ഹലോ കൺട്രോൾ റൂം, ഹലോ. എന്താടോ ഇത്? നീ പോലീസിൽ ജോലി ചെയ്യുന്നോ അതോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നോ? എന്താ ഇത്? എല്ലാ കടയും കോൺട്രാക്ട് എടുത്ത് അടിച്ച് പൊളിച്ചു പോലെ ഉണ്ടല്ലോ. നീ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനാണ് പോയത്. 4 എണ്ണത്തിനെ പൊട്ടിച്ചിരുന്നെങ്കിൽ അവിടെ കണ്ട എല്ലാത്തിന്റെയും ചെരുപ്പ് മാത്രം അവശേഷിച്ചെന്നെ. ഒറ്റ പയ്യൻ അവിടെ ഉണ്ടാവില്ല. ലാത്തി എടുക്കുമ്പോൾ തന്നെ ഓടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടികൾ കോട്ടറും ബിരിയാണിയും കൊടുത്ത് രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ടുവന്നവരായിരുന്നില്ല. സ്റ്റുഡൻസ് അവരോടില്ല സാർ. അവർ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവധി ദിവസമാണ് സമരം ചെയ്യുന്നത്. അതിൽ ഭാവിയിൽ IAS-കാരുണ്ടാവും, IPS-കാരുണ്ടാവും. എന്തിന്? നാളത്തെ നമ്മുടെ മന്ത്രിമാർ വരെ ഉണ്ടാവും അതിൽ. സ്റ്റുഡൻസ് ചെയ്തത് തെറ്റാ, അവർ ചാവട്ടെ എന്നങ്ങ് വിചാരിച്ച പോരെ. ആത്മഹത്യ നിയമപ്രകാരം തെറ്റാണ്, അതുകൊണ്ടാണ് തടുത്തത്. പുതിയതായിട്ട് സർവീസിൽ കയറിയതല്ലേ, നിങ്ങൾ ആരാണെന്ന് അയാൾക്ക് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. വേണ്ടാത്ത ഓരോ ബിൽഡപ്പ് കൊടുത്തോണ്ട് നമ്മളിപ്പോ നടുറോട്ടി നിൽക്കേണ്ടി വന്നു. സാറേ, ഇതിന്റെ പേരാണ് ബീറ്റ്. ഫുൾ ഡേ നിൽക്കണം. ഈ ബാറിന് സംരക്ഷണം കൊടുക്കാനാണത്ര. കാരണം നമുക്ക് പേരിനൊരു ശിക്ഷയും കിട്ടി, ബാർ ഓണർക്ക് സമാധാനമാവുകയും ചെയ്തു. ദേ വന്നല്ലോ ഫയലുകൾ. ആ മണ്ണെണ്ണ കൂടിയാ ഇവിടെ സാർ നമസ്കാരം. എന്താ സാർ ഇവിടെ നിൽക്കുന്നേ? മക്കളെ, നിന്നെയൊക്കെ രക്ഷിക്കാൻ വന്നേനാ സാർ രാവിലെ മുതൽ നിപ്പ് നിൽക്കേണ്ടി വന്നത്. സാർ, കോളേജിലെ പിള്ളേർക്കെല്ലാം സാറിനെ കാണണമെന്ന്. എന്താടാ അവിടുത്തെ കടതിൽ വിളിക്കാനാ? പ്ലീസ് വാ സാർ. സാർ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ. ഇവിടെ അടുത്താ സാർ ഞങ്ങളുടെ കോളേജ്. ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ ചെറിയൊരു ട്രീറ്റ്, അതിനെങ്കിലും വാ സാർ പ്ലീസ്. പ്ലീസ് സാർ. ശരി, നിങ്ങൾ ശരി സാർ. ഓക്കെ സാർ. വാടാ. സാർ, എത്ര നേരം നമ്മൾ ഈ വെയിലത്ത് നിൽക്കുക. പിള്ളേരാണെങ്കിൽ വിളിക്കുകയും ചെയ്തു. ഈ ബീറ്റിന് കിട്ടിയ ഒരു ട്രീറ്റ് ആയിട്ട് കരുതി ഒരു പിടി പിടിച്ചാലോ. പാട് സോന്ന് പാട് സാറിന് ഇഷ്ട ലോക്കൽ സാങ്ങിൽ കൂടെ ചേർന്ന് പാടിയാട്. പാടി കൂടി മോടി തേടി കൂടെ ആട്. വായ മൂടി സാറ് പാട്ട് ഏറ്റു പാട്. കാക്കിയിട്ട് തൊപ്പി വച്ച ജെയിംസ് ബോണ്ടടാ. റൗഡികളെ കണ്ണിൽ കണ്ടാൽ തോലുരിച്ചിടും. നീതി നിയമം ന്യായം നോക്കും ശൂരനാണടാ. കള്ളന്മാരെ തേടി എത്തി കാലൊടിച്ചിടും. നഗരം നഗരം ഈ പോലീസിൻ കയ്യിലടാ. മധുരം മധുരം നീ ഞങ്ങൾക്ക് സ്വന്തമിടാ. കത്തിമുന ചേർത്ത് വച്ച് പഞ്ചിൽ കൂവിയാൽ നെറ്റിയിലോ ബുള്ളറ്റാലെ പഞ്ചറാക്കിടും. കാശു വാങ്ങി നോട്ടമിട്ട് കെച്ച് ചെയ്യുകിൽ കെട്ടിത്തൂക്കി കാത്തിക്കൊണ്ട് തല്ലി തീർത്തിടും. ദാദായുടെ ദാദായെല്ലാം കാറ്റുപോയ ബലൂൺ പോലെ. അവസരവാദികളോ പദം വന്ന് ചേർത്ത പോലെ. നല്ല ജോളി കേസെല്ലാം കാലി. അറ്റൻഡൻസ് റില്ലേ ഇങ്ങ് ബാബാ വേഗം. പാട് 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 സോന്ന് പാട്. സാറിന് ഇഷ്ട ലോക്കൽ സാങ്ങിൽ കൂടെ ചേർന്ന് പാടിയാട്. താടി കൂട്ടി മൂടി തേടി കൂടെ ആട്. വായ മൂടി സാറ് പാട്ട് ഏറ്റ് പാട്.
മുമ്പിൽ വന്ന് നിൽക്കും ഞാൻ പെൺപിള്ളാരെ തൊടിയെന്നാൽ കൈ തല്ലി ഒടിക്കും ഞാൻ കാക്കിക്കുള്ളിൽ കേറും മുമ്പ് ഞാനും ഒരു സ്റ്റുഡന്റിടാ സ്റ്റുഡൻസിന്റെ മുൻപിൽ മാത്രം പതറിടുമാറുമേ കാവലായി ഞാൻ ഉണ്ടാകും കതറുളും കോട്ട പോലെ ഞാനും ഇപ്പോൾ നിങ്ങളുടെ ചങ്ക് കൂട്ടിനെങ്ങുമില്ല എന്ന് സല്യൂട്ട് അടിടാ സാറിനെ തൊഴടാ എല്ലാരും ഒന്ന് ചേർന്ന് സെൽഫി എടടാ പാട് സോങ് പാട് സാറിന് ഇഷ്ട ലോക്കൽ സ്ലാങ്ങിൽ കൂടെ ചേർന്ന് പാടിയാട് പാടിയാട് ആടി കൂടി മൂടി പീടി കൂടെ ആട് വായ മൂടി സാറി പാട്ട് കേട്ട് പാട് പാട്ട് കേട്ട് പാട് പോയിന്റാ പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? ഒന്ന് നിക്കച്ച, അയാൾ സംസാരിക്കാനും സമ്മതിക്കത്തില്ല, അച്ഛൻ കേൾക്കാനും സമ്മതിക്കത്തില്ല. എന്താ പറയുന്നതെന്ന് കേക്കട്ടെ. സുഭാഷേ, ഇതിൽ ആര് പറയുന്നത് ശരിയെന്ന് നീ പറ. അതിൽ 4 ബുദ്ധിജീവികളും ഇവിടെ 2 ബുദ്ധിജീവികളും ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ നാട്ടിന് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തീരുമാനിച്ചാൽ മതി. അവിടെ 2 പേര് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ചക്കൊരു കുട്ടി, എങ്ങനെയുണ്ട് അങ്കിൾ? സൂപ്പർ. ഏയ് അച്ചുകുട്ടി, എന്തുപറ്റി നിനക്ക്? മ്യൂസിക് ടീച്ചർ എന്നോട് ക്ലാസ്സിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുക. 3 days ആയിട്ട് ഞാൻ പോയിട്ടില്ല. അതെന്താ? പോകണമെന്ന് തോന്നിയില്ല, പോയില്ല. കലക്കി ചക്കൊരു കുട്ടി. നീ ഇങ്ങനെ പറയുന്നേ? മിസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ചെറിയച്ച. ചെറിയച്ഛനില്ലേ, നാളെ നമ്മൾ മ്യൂസിക് ക്ലാസ്സിൽ പോവും, ടീച്ചറെ കാണും, പാടും. യെസ് മോളെ സൂക്ഷിച്ചു. ദോശ ദോശ. അച്ഛാ, നെയ് മണക്കുന്നച്ചാ. അതേടാ, ഒരേ വീട് ഒരേ കുടുംബം, ഇതിനകത്ത് ഇത്രയും വിഭവങ്ങൾ വേണോ? കുട്ടികളും നിങ്ങൾ ഒരുപോലെയാണോ? 6 അടി 80 കിലോ. ഇവനാണോ കുഞ്ഞ്? അതേടാ, കല്യാണം എന്ന സ്റ്റാറ്റസ് വരുന്നവരേക്കും അവനും ഈ വീട്ടിലെ ഒരു കുട്ടി തന്നെയാ. ചുമ്മാതിരിക്കേ, കല്യാണമൊക്കെ ഒരു സ്റ്റാറ്റസ് ആണോ? യെസ് ബ്രോ. ഇപ്പോ നമ്മൾ സമ്പാദിച്ച് ഒരു വീട് വെച്ച് കാറൊക്കെ വാങ്ങിച്ച അതൊരു സ്റ്റാറ്റസ്. നമ്മൾ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് നമ്മുടെ പേരിന്റെ പുറകെ ചേർത്ത് അത് വേറൊരു സ്റ്റാറ്റസ്. ഇതെല്ലാം നമ്മുടെ സ്വന്തമാണ്. ഇനി കല്യാണത്തിന്റെ പേരിൽ നമ്മൾ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ നമ്മൾ അവരുടെ സ്വന്തമാവും. പിന്നെങ്ങനെയാ അമ്മയ്ക്ക് കുഞ്ഞായിട്ടിരിക്കുന്നത്? നല്ല ഭാവനയാടാ. അനിത് ഭാഗ്യശാലിയാ. എന്താ, നീ ഭാഗ്യശാലിയല്ലേ? ആര്? ഞാനോ? ഉം. എന്റെ എല്ലാ സ്വർണവും അഴിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ബാങ്കിൽ വെച്ചു. ഞാൻ തന്നു, അതുകൊണ്ട് പോയി വെച്ചു. അതാ അതാ പറഞ്ഞ ഞാൻ പറഞ്ഞ ഭാഗ്യശാലിയാണ്. ഭാഗ്യശാലിയാന്ന്. ഇന്ന് മോൾ അനുഷ, നീ വിനുഷ. ഓക്കെ? ഓക്കേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇവള് ഞാൻ നോക്ക്, അവളെ വീണ്ടും ക്ലാസ്സിൽ ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. വാട്ട് എ റൂട്ട് ഗേൾ. നീ എന്താ മ്യൂസിക് ക്ലാസ്സിന് വരാഞ്ഞെന്ന് ചോദിച്ചാ വരണമെന്ന് തോന്നിയില്ല, അതുകൊണ്ടാ വരാഞ്ഞെന്ന് തർക്കുത്തരം പറയാ. അയ്യോ ടീച്ചർ, യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. അങ്ങനെ റൂഡായിട്ട് പറഞ്ഞത് ഇവളല്ല, ഇവളുടെ സിസ്റ്റർ അനുഷയാണ്. നോക്കി ആ ബൈക്കിലിരിക്കുന്ന. ഓ, ട്വിൻസ് ആണല്ലേ ഇവര്? അതെ. നീ നിന്റെ ചേച്ചിയെ പോലെ റൂട്ട് ഗേൾ അല്ലല്ലോ. No, no, ma'am. I am a good girl. വെരി ഗുഡ് ഗേൾ. വാ. Bad boy ചെറിയച്ച. അച്ഛൻ്റെ അടുത്തൊന്നും പോയി പറയരുത് കേട്ടോ. ഓക്കെ? ഓക്കേ. താങ്ക് യു. ഇത് ആരാ നോക്കിയേട്ടാ? സാർ, ആൽക്കഹോൾ എന്നാണല്ലോ പേര് വരുന്നത്. ചേട്ടാ അത് കട്ട് ചെയ്തേക്ക്, ഞാൻ പിന്നെ സംസാരിച്ചോ. ആൽക്കഹോൾ എന്നതാ സാറ് സേവ് ചെയ്തിരിക്കുന്നത്? ആൽക്കഹോളും സാറും തമ്മിൽ നേരെ എതിർകക്ഷികളല്ലേ? അത് എല്ലാവരും ആൽക്കഹോളിനല്ലേ അഡിക്റ്റ് ആവുന്നത്. ഓക്കെ. അതുകൊണ്ട് ഞാൻ അഡിക്റ്റ് ആയ ആളുടെ പേര് ആൽക്കഹോളിൽ നിന്ന് സേവ് ചെയ്തതാ. അനിതയത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി. അയ്യോ ആണോ സാറേ? എന്നാ പിന്നെ വണ്ടി സൈഡിലോട്ട് നിർത്ത്, സംസാരിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതൊന്നും ഇല്ല ചേട്ടാ. സപ്പോസ് അവൾ വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നവരെ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല ചേട്ടാ. ഒരു അണ്ടർസ്റ്റാൻഡിങ്.
അത് കൊള്ളാമല്ലോ സാറേ. എന്റെ പെണ്ണുമ്പിള്ള എങ്ങാനും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ എടുക്കാഞ്ഞെന്ന് ചോദിക്കുന്നതിന് വേണ്ടി മാത്രം 5 പ്രാവശ്യം വിളിക്കും സാറേ. സർ അല്ല സുഭാഷ്, ഇന്നലെ ഞാൻ കോർട്ട് പേ ഗ്യാപ്പില് പരമേശ്വരന്റെ ബാറ് പറത്തി കളഞ്ഞല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ പരമനെ തന്നെ പിള്ളേർ പറപ്പിച്ചാണ് സാറേ. കയറി വാ സാർ. എന്താ കാര്യം? ഞങ്ങളുടെ ബ്രൗണിയെ കാണുന്നില്ല. ബ്രൗണി ആരാ? ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കോസ്റ്റ്ലി ബ്രീഡാ. ശരി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനാരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണെന്ന് ഞങ്ങളുടെ കൊച്ചമ്മയ്ക്ക് സംശയമുണ്ട്. വക്കീൽ ഒരു കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ നായെ പോലെ അലഞ്ഞ് നിങ്ങളുടെ നായെ കണ്ടുപിടിച്ചു തരാം. ഇപ്പൊ വിട്ടോ. അതല്ല സാറേ, അതിനെ കാണാതായിട്ട് ഒരു ദിവസമായി. അത് മറ്റു ജാതി നായ്ക്കളുമായിട്ട് ബന്ധപ്പെടുന്നൊരു പേടി. ഓ അങ്ങനെ. സാർ യെസ്. നായക്കുട്ടി പോലും ജാതി മാറരുതെന്ന് വിചാരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ. നിങ്ങളാണ് സർ ശരിക്കുള്ള ഇന്ത്യക്കാരൻ. നിങ്ങൾക്കൊന്നും ആധാർ കാർഡ് പോലും ആവശ്യമില്ല. താങ്ക് യു സർ. ഇവൻ എവിടുന്ന് വന്നു? സാറ് വിട്ടോ. ചേച്ചി. ഹായ് സുഭാഷ്. അനിത റെഡി ആയിക്കൊണ്ടിരിക്കുക. ഡിന്നറിന് പോവാണെന്ന് എന്നോട് പറഞ്ഞു. അതെ ചേച്ചി. പ്ലീസ് സിറ്റ്. ഓക്കെ. ഹായ്ഡാ. ഹായ്. ആ പെയിന്റിംഗ് സീനല്ലേ, അത് ഞാൻ 4 തവണ കണ്ടതാ. അവള് റെഡിയാവാൻ എന്താ ഇത്ര നേരം എടുക്കുന്നേ? നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. എപ്പോ നോക്കിയാലും പബ്ജി. അങ്കിൾ, എന്താ അങ്കിൾ? എന്തിനാ മിഴിച്ചു നോക്കുന്നേ? അത്രയ്ക്ക് സുന്ദരിയാണോ? എന്താ ഇത്? സ്കൂൾ യൂണിഫോം പോലെ ഉണ്ട്, ഒരേ കളർ ഷർട്ടൊക്കെ ആയിട്ട്. എനിക്ക് എങ്ങനെ അറിയും നീയും ബ്ലൂ ഡ്രസ് ഇട്ടാ വരാന്ന്? ഇതും മാറ്റിയിട്ട് വരാല്ലോ. ചെല്ലേ നിക്ക് വരാം. സുഭാഷ്, എന്തീ കാണിക്കുന്നേ? താഴെ ആളുണ്ട്, ഒന്ന് പോയേ. എത്ര വർഷമായിട്ട് നിന്നെ പ്രേമിച്ചോണ്ട് നടക്കുന്നു. എപ്പ ചാൻസ് കിട്ടിയാലും അത് ശരിക്കും മുതലെടുക്കാൻ നോക്കുന്നവനാ. നിനക്ക് ബോറടിക്കുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു 15 വർഷത്തിന് ശേഷം നീ 2 കുട്ടികളെയൊക്കെ പ്രസവിച്ചൊരു ഗുണ്ടുമണിയെ പോലെ ആവും. അപ്പൊ ചാൻസ് കിട്ടുമ്പോ പോലും ഞാൻ നിന്നെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നർത്ഥം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടെന്നർത്ഥം. നല്ല സ്നേഹത്തിന് ഇതൊക്കെ അത്യാവശ്യം. കണ്ണിന്നോ കണി നെഞ്ചിന്നോ കുളി എൻ കൂടെ നീ വന്നാലെന്നും പൊന്നോണം. കണ്ണിന്നോ കണി നെഞ്ചിന്നോ കുളി എൻ കൂടെ നീ വന്നാലെന്നും പൊന്നോണം. കണ്ണിന്നോ കണി നെഞ്ചിന്നോ കുളി. ശ്വാസക്കാറ്റിന്റെ ചൂടിൽ മയങ്ങും. ഓ ചിങ്കാരി വാ ചിങ്കാരി
ആഴവും സ്നേഹമുള്ള വീടിത് ഒരുമയുള്ള മനസ്സുമായി ഞങ്ങൾ വാഴും കൂടിത് മാനത്ത് മഴവില്ല് തെളിയുമ്പോൾ സന്തോഷം വീട്ടിൽ വന്നു വിതറും പുഞ്ചിരി പാൽവാഴ തൂകുന്ന നേരം നെഞ്ചം എന്നും താരാട്ടു പാടും ഈ കൈകൾ ചേരുമ്പോൾ താലോലം പാടിടും സ്വർഗമേ മഞ്ഞിലായി താഴ്ന്നിറങ്ങിടും ഈ സന്തോഷം ഈ സലാവിനെല്ലാം ഈ സ്വപ്നങ്ങൾ ഈ വിൽ മാരി മീ? ഇങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്? എനിക്ക് ഈ സമയവും കാലവും ഒക്കെ നോക്കി പ്രപ്പോസ് ചെയ്യാൻ നന്നായിട്ടുണ്ടല്ലേ. കല്യാണത്തെ പറ്റി നമുക്ക് പിന്നെ ആലോചിക്കാം. പക്ഷെ ഈ റിങ് നന്നായിട്ടുണ്ട്, അത് ഞാൻ എടുക്കാണേ. നീല നാളുകൾ തീയിൽ വേഗം ഓർമ്മയാ കൂടെ നീ ചേരുകിൽ ദൂരെയാകും നോവുകൾ നാളുകൾ തീയിൽ വീഴും ഓർമ്മയായി കൂടെ നീ ചേരുകിൽ ദൂരെയാകും നോവുകൾ എൻ കണ്ണിൻ ചാരത്ത് നീയിരിക്കുന്നു കണ്ടും കേട്ടും കൊഞ്ചിത്തഞ്ചുന്നു കണ്ണിൻ ചാരത്ത് നീയിരിക്കുന്നു കണ്ടും കേട്ടും കുഞ്ചിത്തഞ്ചുന്നു ഈ ചിരി ഈ മുഖം ജീവനാ വാണിടും ഈ മൊഴി ഈ മിഴി എന്നിൽ ചേർന്നിടും ഈ മാറത്തെ ചൂടായി എന്നെന്നും നിൻ കൂടെ ഞാനില്ലയോ ഈ ജന്മത്തിൻ്റെ മാധുര്യം ചുണ്ടോട് ചുണ്ടായി നാനുകരും കണ്ണിന്നോ കണി നെഞ്ചിന്നോ കൊടി എൻ കൂടെ നീ വന്നാലെന്നും പൊന്നോണം കണ്ണിന്നോ കണി നെഞ്ചിന്നോ കൊടി എൻ കൂടെ നീ വന്നാലെന്നും പൊന്നോണം അങ്ങോട്ട് മാറിക്കേ വണ്ടി ഒതുക്കടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒതുക്ക്. നിർത്തിക്കേ നിർത്തിക്കേ നിർത്തിക്കേ. അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് 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 ഒതുക്ക്, ഇങ്ങോട്ട് ഒതുക്ക്. എവിടെ നിന്ന് വരിക? എയർപോർട്ടിൽ നിന്ന് ആ പോ പോ പോ. ആ പോയിക്കോ, ലൈസൻസ് പോയിക്കോ. സാർ സാർ എൻ്റെ വീട് ഇവിടെ അടുത്താണ് സാർ. RC ബുക്ക് ലൈസൻസും ഉണ്ട് സാർ. മറന്നുപോയതാ സാർ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറ. അല്ലെങ്കിൽ വണ്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോയി എടുത്തുകൊണ്ട് വാ. ശരി സാർ. ചൊറിഞ്ഞപ്പോഴേ തോന്നി ഏതോ ഒരു കോള് വരുന്നുണ്ട്. ആ നിർത്ത് നിർത്ത് നിർത്ത്. ഇങ്ങോട്ട് 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 സലോട്ട് മാറിക്കേ. ഇവനെന്ത് ബ്രൂസ്ലി മാറി ഇവനെ ഊതിക്കേണ്ട ആവശ്യമില്ല. അതെ സാറേ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗിന്ന് എന്റെ ഭാര്യ പറയാറുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവാ. എത്രയാ ഫൈനെന്നറിയോ? ഗവൺമെന്റ് ആണെങ്കിൽ 3000, ആ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 100. നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല. അപ്പൊ RC ബുക്കോ? ലൈസൻസ്? അപ്പൊ ഇൻഷുറൻസോ? അതെന്താ? പിന്നെ എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഞാൻ തപ്പി നോക്കട്ടെ. നീ ഇത് എവിടെയാണ് കൈട്ട് നോക്കുന്നത്? എടുക്കടാ. ആഫ് വാങ്ങിയതാ, ക്വാർട്ടറായി. പോലീസുകാരനെ ഉപയോഗിച്ച എന്റെ സാറേ, ഞങ്ങൾ എത്ര അടിച്ചാലും സാറിന് തരണ്ടേ? 100 രൂപ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോടാ. അതെ സാറേ, 100 രൂപ കൈക്കൂലി എന്നാ ഒരാഴ്ചത്തേക്ക് പിന്നെ പിടിക്കില്ലല്ലോ. പറഞ്ഞാ മനസ്സിലാവില്ല. ലാത്തിക്ക് ഓക്കേ, സാർ. നിർത്ത 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 നിർത്ത. സുഭാഷ്, എന്താ സുഭാഷ്? ശ്രദ്ധിക്കേ. സുഭാഷ്, സുഭാഷ് പറയുന്ന കേൾക്ക്. വേണ്ട, അവൻ മിനിസ്റ്ററുടെ മകനാ.
നിനക്ക് മാത്രമല്ല നമുക്കും പ്രശ്നം അത്. പറയുന്നത് കേൾക്ക്. സാർ സാർ ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. ആരാ ഇവൻ? പുതുതായിട്ട് ചാർജ് എടുത്തത്, അതുകൊണ്ടാ സാർ. ഈ കാറിന്റെ വില എന്താണെന്ന് അറിയണോ നിനക്ക്? അറിയാൻ ചെയ്തു. നിന്റെ ലൈഫ് ടൈം ശമ്പളമാടാ ഈ കാറിന്റെ വില. പ്ലീസ്, അറിയാതെ പറ്റിയതാ സാർ. എന്താണ് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിഴിച്ചു നോക്കുന്നത്? ദേഷ്യപ്പെടാതെ. എന്താണ് തുറച്ചു നോക്കുന്നത്? ക്ഷമിക്ക് സാർ, ക്ഷമിക്ക്. ആരോടാ നിന്റെ കളി? അറിയാതെ ഇവന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ? സുഭാഷ്. നാളെ എന്നെ ഫോൺ ചെയ്തിട്ട് വന്ന് കാണണം. ശരി, ശരി, വന്നോളൂ. വന്ന് കണ്ടിരിക്കണം, മനസ്സിലായ? Please, sir. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആരോടാ കളി? ശരി സാർ. സുഭാഷ്, ഞാൻ പറയുന്നേക്ക്. നീ അങ്ങോട്ട് പോ. എന്റെ കാറിന്റെ അടുത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ഇവൻ എന്റെ കാർ നിർത്തുന്നോ? സാർ ക്ഷമിക്ക് സാർ, പ്ലീസ്. സാർ, വണ്ടി എടുക്ക്. പോട്ടെ. Sorry. ബാരിക്കേഡ് മാറ്റ്. ഒന്നും വിചാരിക്കരുത്. ഞാൻ ക്ലിയർ ചെയ്യാം. വണ്ടി എടുക്കും. ഇവരെ മാത്രം തന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? പറഞ്ഞോട്ടേക്ക്. എല്ലാരും പറഞ്ഞോട്ടേക്ക്. നിങ്ങൾ വയ്ക്കോ വയ്ക്കോ. ആ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. പൊയ്ക്കോട്ടെ. ആ നിക്കണ്ട, പോ പോ വയ്ക്കോ, പോ. വയ്ക്കോ. പോകാൻ പറ. ഓക്കേ സർ, പോയിനടാ. സുഭാഷ്, ഇവർക്കുള്ളത് പണത്തിന്റെ അഹങ്കാരവും റൗഡിത്തരമൊന്നുമല്ല, പവറാണ്. ഭരണകക്ഷിയിലുള്ളപ്പോൾ നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം. അഥവാ ഇലക്ഷനിൽ തോറ്റുപോയാലും ജീവൻ ആപത്തുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കംപ്ലൈന്റ് കൊടുക്കും. അപ്പോഴും നമ്മൾ കാവൽ നിൽക്കണം. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കാവൽ നിന്ന നമുക്കൊരു വിലയും കൽപ്പിക്കാതെ പോകുന്നത്. ഒബേ ദ ഓർഡർ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഏത് പോലീസുകാരും സ്വയം ചിന്തിച്ചു പോകും. എന്തിന് ദേഷ്യപ്പെടാൻ പോലും അവകാശമില്ല. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. അവൻ്റെ ഫോൺ നമ്പർ തരാം. രാവിലെ 9 മണിക്കും അതുപോലെ 10 മണിക്കും ഒരു മിസ് കോൾ ചെയ്യും. അവൻ എടുക്കില്ല. രാത്രി ഫുൾ വെള്ളം അടിച്ച് ഉച്ചയ്ക്ക് 2 മണി വരെ കിടന്നുറങ്ങും. ചോദിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മതി. അഥവാ അറിയാതെ എടുത്ത് എവിടെങ്കിലും വരാൻ പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്താ? താങ്ക് യു സർ. ഓക്കെ സുഭാഷ്, വീട്ടിലേക്ക് പോയിക്കോ. Continue straight. Turn left. Your destination is on the right.
എടാ എടാ എന്റെ അച്ഛൻ ആരാണെന്നറിയാമോ? എന്തേ നിനക്കറിയില്ല? എടാ ചെറിയച്ച ഫോൺ. സർ സുഭാഷിന്റെ ഫ്ലാറ്റ് താഴത്ത് ഞങ്ങളുണ്ട്. ഇവിടെയാ? അതെ അതെ. ആ ഞാൻ താഴത്തേക്ക് വരാം സർ. ശരിയടാ. ചേട്ടാ മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സ്വന്തം ഫ്ലാറ്റാണോ സുഭാഷ്? ഇല്ല സർ, വാടകയ്ക്ക് എടുത്തതാ. അച്ഛനും അമ്മയ്ക്ക് ഈ അപ്പാർട്ട്മെന്റ് കൾച്ചറൊന്നും തീരെ ഇഷ്ടമല്ല സർ. ഓ, അതുകൊണ്ട് നാട്ടിൽ സ്വന്തമായിട്ടൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട് സർ. അടുത്ത മാസം അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണ്. സോ അന്ന് വീടൊക്കെ കൊണ്ടുപോയി കാണിച്ചൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക സർ. ഗുഡ്. വലിയ കമ്മിറ്റ്മെന്റ് ആണല്ലേ? അങ്ങനെയൊന്നുമല്ല സർ, ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്. ആ അല്ല സർ, എന്തു പറ്റി രാവിലെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല സുഭാഷ്, ഇന്നലെ നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ മിനിസ്റ്ററുടെ മകൻ? അവനെ ആരാണെന്നറിയില്ല, ആരും അടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അവൻ നീയാണെന്ന് കരുതി നിന്നെന്തെങ്കിലും ചെയ്താലോ? അതൊന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ പക്ഷെ സാർ, അവന്റെ ഡിക്കിയിലാരും നല്ല ഉലക്ക കയറിയിട്ടുണ്ട് സർ. എല്ലാ മീഡിയയിലും സെൻസേഷണൽ ന്യൂസ് അവനാ. നല്ല കാലം സാർ, ആ ഹോട്ടല് എന്തായാലും നമ്മുടെ സ്റ്റേഷന്റെ കൺട്രോളിലല്ല. ആയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. ഏതാ നമ്മുടെ കൺട്രോളിലുള്ളത്? അതെ സാർ, നമ്മുടെ കൺട്രോളിൽ നമ്മുടെ വൈഫ് പോലും ഇല്ല സാർ. എടോ സാർ, എൻ്റെ വൈഫിന്റെ കാര്യമാണ്. ഞാൻ ഈ കേസ് അന്വേഷിക്കണോ സർ? എന്തിനത്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. കറക്റ്റ് സർ. നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരുത്തും ചെയ്തില്ലേ? അറ്റ്ലീസ്റ്റ് അവനെ കണ്ടുപിടിച്ചൊരു താങ്ക്സ് എങ്കിലും പറയാലോ സർ. ആ സർ, സർ പറഞ്ഞ സമയമായി. ഞാൻ അവനൊരു മിസ് കോൾ കൊടുത്താലോ സർ? മനസ്സിലായി. നിന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലേ? സാർ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ വിടുവാ സാർ. നിങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുക. ശരി സാർ. നിങ്ങളാരാ? സെക്യൂരിറ്റി ആണോ? അതെ സാർ. ആ സ്റ്റിക്കൊന്നും തന്നെ. സാർ, ഞാൻ കണ്ടപ്പോഴേ കാറ്റ് പോയതാ. സാർ, മൂക്കിന് മുമ്പിലൊക്കെ കൈവച്ച് നോക്കി സാർ, കാറ്റില്ല, പോയതാ. താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നോക്കുന്നേ? പിന്നെ എന്തിനാണോ ഞങ്ങളിവിടെ? എന്നാ പിന്നെ പോസ്റ്റ്മോർട്ടം കൂടെ താനങ്ങ് ചെയ്യും. ഈ ഫോണ് ഇത് അവിടെ കിടന്ന് കിട്ടിയതാ. സുഭാഷ്, ആ പെണ്ണിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പാറ്റേൺ ലോക്കിലാണ് ഉള്ളത്. സർ, ഞാൻ അൺലോക്ക് ചെയ്യാം സർ. ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിൽ ഫിംഗർ മാർക്സ് അറിയാൻ പറ്റും സർ.
ആ സുഭാഷ്, ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ നോക്ക്. ഷുവർ സർ. സർ, മുഖപ്പേരെന്നാ കാണിക്കുന്നത്. സർ, എന്താ സുഭാഷ്? ഇത് ആത്മഹത്യയല്ല സർ, വേറെന്തോ റീസണാണ്. ഇൻഡ്യൂഷനാ? ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണെന്ന് നമ്മൾ തീരുമാനിക്കണ്ട. ആ റൈറ്റ്സ് നമുക്കില്ല. സർ, അപ്പോൾ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം? സാർ, ആരാ പെണ്ണെന്ന് അന്വേഷിച്ചോ? ആ പെണ്ണിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. മുഖപ്പേരിലുള്ളതാ. ഓൾറെഡി 2-3 റേപ്പ് കേസിന് നമ്മളിവിടെ വന്നിട്ടുള്ളതല്ലേ? അതെ. ചാടി ചാവാൻ വേണ്ടി കെട്ടിവെച്ചതുപോലെയുണ്ട്. സൂയിസൈഡ് എന്ന് കേസ് എഴുതിയിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തേക്ക്. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തേക്ക്. വണ്ടി എടുക്ക്. സർ, സാർ ശരി. സർ, ഒന്ന് വന്ന് നോക്ക് പോലും ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞെന്താ സർ? ഒബേ ദ ഓർഡർ. രാംദാസ്, നീ ബോഡി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഓക്കെ സാർ. ഞങ്ങൾ മോപ്പേര് പോയിട്ട് വരാം. ഓക്കെ. സുഭാഷ് വാ. അവരോട് ഇന്ന് കാര്യം പറ. സർ, ചെല്ല് സുഭാഷ്. ഞാൻ പോയി എന്താ സർ? സുഭാഷ്, ഇതുപോലത്തെ 100 സിറ്റുവേഷൻസ് വരും. കാലക്രമേണ എല്ലാം ശരിയാവും. ചെല്ല്, പോയി ഇൻഫോം ചെയ്. ചെല്ല് സുഭാഷ്. യെസ് സർ. ഐ എം സുഭാഷ്. പാർവതി എന്റെ മോള് തന്നെയാ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ അല്ലേ? പ്ലീസ് കം ഹിയർ. സർ, ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നാന്ന് അവർ വിചാരിച്ചത്. അവരോട് ഞാനിത് എങ്ങനെ? പഠിക്കണം സുഭാഷ്. ഇതിനെക്കാട്ടും ബ്രൂട്ടലായ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോറി സർ. എന്താ സുഭാഷ്? ഒരു ആക്സിഡന്റാ. നിങ്ങളുടെ മോളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യ്. സാർ എന്തായി പറയണം? ഏത് ഹോസ്പിറ്റലാ സാർ? ഹോസ്പിറ്റലല്ല, റോയപ്പെട്ട മോർച്ചറിയില്ല. അയ്യോ സാർ, എന്താ പറ്റിയ സാർ? സാർ, സാർ എന്തെങ്കിലും പറയൂ സാർ. സാർ, എന്റെ മോൾ എന്താ ഉണ്ടായത്? എന്തിനാ കരയുന്നേ? നമ്മുടെ മോൾ എന്താണ് പറ? മോർച്ചറിയിലാണ്. മനസ്സിലായോ? എന്താ ഇത്? എന്താ തെളിച്ച് പറ. എന്താണ് പറയാ എന്നോട് നിങ്ങള്? ഒന്ന് പറ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പോലീസിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊന്നും ശരിയാവില്ല. കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ബഹളം വെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് ഞാനും സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് അടങ്ങ്. സാർ, സാർ എന്താടോ? സാർ, മരിച്ച ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പറഞ്ഞ് ബോഡി ഏറ്റുവാങ്ങാതിരിക്കുകയാണ് സാർ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സാർ. സാർ അങ്ങോട്ട് ചെന്ന് അവർ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാർ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച കാര്യമില്ല ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചു? ഞങ്ങളത് പറയുന്ന പോലെ ചെയ്തോ. ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ സാർ. സാർ, എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? സോറി സർ. സാർ എന്തൊക്കെ പറഞ്ഞാലും പാർവതിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്കാം. സർ, പാർവതി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഇത് ഇഷ്യൂ ആക്കിയില്ലെങ്കിൽ നിങ്ങള്
സോറി, പോലീസ് ഇത് തേച്ച് മാച്ച് കളയും. അതുകൊണ്ട് ഞങ്ങൾ മീഡിയക്കാരെ ഇൻഫോം ചെയ്തത്. നിങ്ങളൊന്ന് ബഹളം വെക്കാതെ. ഹലോ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. സർ. ശരി. സാർ ഇതൊന്നും സംസാരിച്ച് തീർക്കായിരുന്നില്ലേ? സർ, അവരാരും ചാനലുകാരോട് സംസാരിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല സർ. പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് കുത്തിരിക്കുന്നത്. എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട്. DC ഇപ്പോൾ റൗണ്ട്സിന് വരുന്ന സമയമാണ്. ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവണ്ടേ? പാർവതിയുടെ കേസിന്റെ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വരുന്നത്. അത് കണ്ടിട്ട് അന്വേഷണം നടത്താൻ പറ്റും. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം. ഇത് കൊലയാണോ അല്ലയോ എന്ന് അപ്പോഴേ പറയാൻ പറ്റും. സുഭാഷേ. സർ. ആ നിവേദനം വായിക്കും. ഈ കേസ് നിങ്ങൾ വേണം ഡീൽ ചെയ്യാൻ. ഓക്കെ സർ. എത്രയും വേഗം അന്വേഷിക്കാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വേഗം പിരിഞ്ഞു പോകണം. നിങ്ങൾ പാർവതിയുടെ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് നടത്തുക. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഇത്രയും വലിയ ബിൽഡിങ്ങില് 8 ഗേറ്റ് ഉണ്ട് സാറേ. ഞങ്ങൾ ആകെ 2 പേരാണുള്ളത്. ആരൊക്കെയാ വരുന്നത് പോകുന്നതെന്നൊക്കെ ആർക്കറിയാം സാറേ. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സർ. അന്ന് രാത്രി ഞാൻ വീണ്ടും അവിടെ പോയി. രൂപങ്ങൾ നിഴലായി മറഞ്ഞ ചിത്രങ്ങൾ നെഞ്ചിൽ വിടർന്ന സന്ദേഹം തുടരും പകലിൻ കതിരോളം. എന്താ സുഭാഷ് വണ്ടിക്കകത്ത് ഇത്രയും സെക്യൂരിറ്റികൾ? സർ, ഇത് ഹോട്ട് ബോക്സ് എന്ന് പറയും സർ. ഒരു അടച്ചിട്ട റൂമിലോ കാറിലോ ഇരുന്ന് ഗ്രൂപ്പായിട്ട് കഞ്ചാവ് അടിച്ച് കിക്കാവുന്ന പരിപാടിയാണ് സർ. നോർമലായിട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി പവർഫുൾ ആണ് സർ. ഈ ജനറേഷൻ അഡിക്റ്റ് ആയിട്ടുള്ളൊരു പുതിയ ശീലമാണ് സർ. ആ സ്ഥലം കണ്ടപ്പോ അതിപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി സർ. ഓൾറെഡി ആ സ്ഥലത്ത് 4 സൂയിസൈഡ് നടന്നിട്ടുണ്ടെന്ന് സാർ പറഞ്ഞില്ലേ നേരത്തെ? അതെ. ആ കേസ് അന്വേഷിച്ചവരോട് ചോദിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടും. പകലും നിറവും കൈകോർത്ത് അറിയാ വഴികൾ തിരയുന്നു. സത്യം തേടും കൈകളോ വിവരം വിവരം. റെഡ് ബിൽഡിംഗ് സൂയിസൈഡ് കേസുമായിട്ട് സാറിനോട് സംസാരിക്കണം. പുതുതായിട്ട് ജോയിൻ ചെയ്താണല്ലേ? പഴയ കേസൊക്കെ എടുത്ത് അലക്കാനാ? മേലുദ്യോഗസ്ഥന്മാർ എന്തു പറയുന്നു അതനുസരിക്കുക. സിൻസിയറായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്നോട് ദിവസം വിളിച്ചിട്ട് സൂയിസൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. പുതിയ വീട്ടിലെ ഉള്ളത്. കളറൊക്കെ ചൂസ് ചെയ്യണം. ഒന്ന് വേഗം വാ. വരാ വരാ വരാ. സുഭാഷ്, ആ, നീ എത്തിയോ? ഇതൊന്ന് സെലക്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ്. വാ. നിന്റെ സോറി, നമ്മുടെ റൂമിന് ഏത് കളറാ സെലക്ട് ചെയ്യണ്ടേ? ഇതെല്ലാം എന്നേക്കാൾ നന്നായിട്ട് നിനക്കല്ലേ അറിയാവുന്ന. നീ സെലക്ട് ചെയ്തു. സ്ട്രിക്ട്ലി യുവർ ചോയ്സ്. നീ സെലക്ട് ചെയ്താൽ മതി. ഇത് ഗ്രേ കളർ ബെഡ്റൂമിന് ചേരുന്നതല്ല. പിന്നെ എന്നോട് ചോദിച്ചേ? നിനക്ക് സെലക്ട് ചെയ്തൂടെ? ഓക്കേടാ, അക്വാമറീൻ കളർ തന്നെ സെലക്ട് ചെയ്യാം. ഭാരതി, ആ കളർ കാർഡ് എടുത്തു കൊടുക്ക്. ഈ കളർ അവിടെ. ഓക്കെ മാഡം. ആൻഡ് സോറി. ഈ ഷെയ്ഡ് അവിടെ. ശരി. ഈ 5 വർഷത്തിനുള്ളിൽ 6 ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ക്രൈം നടന്ന സ്ഥലവും സമയവും ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഏതെല്ലാം നമ്പറുകൾ ആക്റ്റീവ് ആയിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ സർ? സാർ, ലാസ്റ്റ് 5 ഇയേഴ്സ് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല സാർ. ബട്ട് 2 ഇയേഴ്സ് ഒക്കെ ഓക്കെ. ഞാൻ ട്രാക്ക് ചെയ്ത് പറയാം സാർ. താങ്ക് യു. ഓക്കെ സാർ.
എന്താ സുഭാഷ് ഇതൊക്കെ ഇത്രയും ക്രൂല? സർ, പാർവതിയുടെ കേസിൽ അവളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഇവരെല്ലാം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല സർ. പക്ഷേ റിപ്പോർട്ട്സിൽ അത് സൂയിസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സർ എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് സത്യം എന്ന് മരിച്ചുപോയ പെൺകുട്ടിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കേ അറിയുള്ളൂ. യു ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ സുഭാഷ്. സർ, എനിക്ക് കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. ഞാനത് തീർത്തിട്ട് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ. ഓക്കെ. ഡോക്ടർ, പാർവതിയുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ഫോർമലായിട്ടൊരു എൻക്വയറിയാണ്. സാറേ, ഞാനൊരു ഗവൺമെന്റ് സർവന്റാ. എല്ലാറ്റിനും ഒരു പ്രൊസീജിയറൊക്കെ ഇല്ലേ? ഒരു കാര്യം ചെയ്, രാവിലെ ഹോസ്പിറ്റലിൽ ഒന്നൊന്ന് കാണും പ്ലീസ്. ചെല്ല്. സോറി. ഹലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. സർ, സർ, എന്താ കാര്യം സർ? സംതിങ് ഇമ്പോർട്ടൻറ്റ്. ജോയിന്റ് കമ്മീഷൻ സാറങ്ങ സാറാ. കുറേ നേരം സംസാരിക്കും സാർ. സർ സുഭാഷ്, പുതിയ SI ക്രൈം ബ്രാഞ്ച്. സാർ. നല്ല ഓഫീസർ. നമുക്കൊന്നും അറിയണ്ട. സുഭാഷേ, സർ. റെഡ് ബിൽഡിംഗ് സൂയിസൈഡ് കേസില്ലേ? യെസ് സർ, ഫോളോ ചെയ്യുന്നുണ്ട് സർ. ആ ഫയൽസ് എടുത്ത് അകത്തോട്ട് വാ. ഷുവർ സർ. സർ, ഈ കേസിന് വേറെ ടീമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു ചാർജ് തരാം. ഇനി അത് ഫോളോ ചെയ്താൽ മതി. സർ, ഒരു 2 ദിവസം കൂടി കിട്ടിയാൽ ഇത് ക്ലോസ് ചെയ്യായിരുന്നു സർ. ഇത് സൂയിസൈഡാന്ന് റിപ്പോർട്ട് വന്നില്ലേ? ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലൊന്ന് പോയിട്ടോ. അവിടെ എന്തോ ഭീഷണി ഉണ്ടെന്ന്. നാളെ രാവിലെ നേരിട്ട് പോയി അന്വേഷിക്കണം. എന്താ സർ, ഈ കേസ് ആരാ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലീഡ്സ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. സുഭാഷ്, നിങ്ങൾ IPSനെ പഠിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ എക്സാം എഴുതി പാസ്സായി എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടോ. അപ്പം ഞാൻ അനുസരിക്കാം. ഇപ്പം ഞാൻ എന്ത് പറയുന്നു അത് നിങ്ങൾ അനുസരിക്കണം. ഈ സ്റ്റേഷനിൽ നിങ്ങൾ വെറും SI അത് മറക്കണ്ട. പോയിക്കോളൂ. സാർ, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീടാ. വീടിൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ സാർ? മുഴുവൻ നാട്ടുകാരുടെ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാ സാർ. ഇതേ ഇരിക്കുന്ന കണ്ടോ? അങ്ങനെയുള്ള ശില്പന്തികളാ. കംപ്ലീറ്റ് മന്ദബുദ്ധികളാ. പക്ഷെ വാചോടിക്ക് ഒരു കുറവില്ല. നേതാവേ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്റ്റേഷന്റെ ഭാഗത്തേക്കൊന്നും ആളെ കാണുന്നില്ല. നേതാവിന്റെ വീട്ടില് 10 ദിവസമായിട്ട് രാത്രി വീട്ടിലേക്ക് വന്ന് മുട്ടയെറിയ, വീട് മൊത്തം നാറുക. എന്നാ എന്നെങ്കിലും അവൻ കണ്ണിപ്പെടാതിരിക്കില്ല. അത് കണ്ടുപിടിച്ച് തരാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞത്? പറയൂ ഗോപി. സാർ, റെഡ് ബിൽഡിംഗിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു നമ്പർ 5 പ്രാവശ്യം ആക്റ്റീവ് ആയിട്ടുണ്ട് സാർ. നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തേക്കാം. ഓ, താങ്ക് യു. അല്ല, സാറ് മണ്ഡല സെക്രട്ടറി അല്ലേ? ഞാൻ അണ്ണാനഗർ ക്രൈം ബ്രാഞ്ച് SI ആണ്. റെഡ് ബിൽഡിംഗ് മർഡർ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു. PJ ഗോൾഫ് കോർട്ടിലേക്ക് വാ. ബി ഹിയർ 30 minutes. സാർ, നിങ്ങളാരാ? എന്താ വേണ്ടേ? അഭിജിത്ത് വരാൻ പറഞ്ഞു. ഐ എം ക്രൈം ബ്രാഞ്ച് SI സുഭാഷ്. എന്താ കാര്യം? റെഡ് ബിൽഡിംഗ് മർഡർ കേസുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കണം. നീയാണോ കേസ് ഡീൽ ചെയ്യുന്നത്? ഞങ്ങൾ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഓക്കെ ഐ ഗോട്ട് ഇറ്റ്. പണം വേണം നിനക്ക്? 3 നേരം ഭക്ഷണം, സ്വന്തമായൊരു വീട്, കല്യാണം, സെക്സ്, കുട്ടികൾ. ഇതാണ് ഒരു ശരാശരി മനുഷ്യന്റെ സന്തോഷം. എന്നാ ഞങ്ങള് അതിനൊക്കെ മുകളിലാ.
ഞങ്ങളുടെ സന്തോഷം കണ്ടു നോക്ക്. എൻജോയ്. ക്യാമറ നോക്കി കരയും മോളെ, അപ്പോഴേ മൂട് വരൂ. അവള് സമ്മതിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തൊട്ടുപോലും നോക്കില്ലായിരുന്നു. അവള് കൊടറി ഓടുന്ന കണ്ടില്ലേ, അതാണ് ഇൻട്രസ്റ്റ്. അടുത്ത നോക്ക്, ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല രസിച്ച് നോക്കുന്നുണ്ടല്ലോ. എന്താ മൂടായോ നിനക്ക്? നീ ആരുടെ മുട്ടുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ ആരാ, ഞങ്ങളുടെ അച്ഛൻ ആരെന്നൊക്കെ അറിയോ നിനക്ക്? എന്താടാ ഈ പണക്കാരുടെ മക്കൾക്കാർക്ക് അവരുടെ അച്ഛനാരാന്ന് അറിയില്ലേ? എപ്പോ നോക്കിയാലും അച്ഛനാരാന്ന്. ഒരു കാര്യം ചെയ്, സപ്പോസ് ഈ കേസിൽ നിന്ന് നീ ഊരി വന്ന ഒരു കംപ്ലൈന്റ് ഇതാ, കണ്ടുപിടിച്ചു തരാം. ഇപ്പം മിണ്ടാതെ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോ. എന്തോടാ പറഞ്ഞേ? ഏയ് എടാ, ഞങ്ങള് പുറത്ത് വന്നാ നിന്നെ എന്താന്ന്? പുറത്തു വന്നാലോ? സെക്ഷൻ 376D ആൻഡ് 302 നോൺ ബെയിലബിൾ. അറിയില്ലല്ലേ? 20 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകളാണ് അതൊക്കെ. എന്തെന്ന്? 20 വർഷം ജയിലിനകത്തോ? 20 മിനിറ്റ്, ജസ്റ്റ് 20 മിനിറ്റ്സ്. നിനക്ക് ഞങ്ങളെ ഈ ലോക്കപ്പിൽ വെക്കാൻ പറ്റുമോ? സർ, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ അറസ്റ്റ് ചെയ്തത്? റെഡ് ബിൽഡിംഗ് പാവതി മർഡർ നിനക്ക് അതിൽ കേസിൽ ചാർജ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? സർ, ഈ ഒരു കേസല്ല, പല സ്ത്രീകളുടെയും മർഡർ കേസിൽ ഇവരാണ് ക്രിമിനൽസ് തെളിയിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് സർ. നിനക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താ? സർ, സർ, ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഇവനാണോ അതോ നീയാണോ? അല്ല സാർ, ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. അവനറിയാതെ. ഓൺ വാട്ട് ബേസിസ് ഡിഡ് യു അറസ്റ്റ്? അവരുടെ പാരന്റ്സ് സൊസൈറ്റിയിൽ എത്ര വലിയ ആളുകളെന്ന് നിങ്ങൾക്കറിയാമോ? വീഡിയോ പ്രൂഫ് ഒന്ന് കാണിച്ചേ. യെസ് സർ. സർ, പാസ്വേഡ് 4455 ബ്രദർ. സർ, സർ, ഓട്ടോ ഡിലീറ്റ് ആവുന്നു സർ. എവിഡൻസ്. സർ, ഞാൻ കണ്ടതാണ് സർ. I said evidence. ഒരു കൊലയാളി ഒരിക്കലും അവന്റെ പ്രൂഫ്സ് ഒന്നും ഫോണിൽ കൊണ്ട് നടക്കാറില്ല. ഇഡിയറ്റ്.
നിങ്ങൾ ഈ സ്റ്റേഷനിലുള്ളപ്പോ എന്റെ മോൻ ലോക്കപ്പിൽ കിടക്കുക. ഒരു ചെറിയ അബദ്ധം പറ്റിയത് സാർ, ഞാൻ നോക്കിക്കോളാം. ഒരു കളക്ടർ മകനാന്ന് പോലും നോക്കാതെ എന്റെ മകനെ അടിച്ച് ജയിലിലിട്ടേക്കുവാ. എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഹോം മിനിസ്റ്ററോട് വിളിച്ച് പറയട്ടെ, അതോ സിഎമ്മിനോട് വിളിക്കാൻ പറയണോ? വേഗം പിള്ളേരെ പുറത്തു വിട്. അവരെ റിലീസ് ചെയ്യും. സർ, സ്റ്റിൽ ഐ ക്യാൻ പ്രൂവ് ഇറ്റ് സർ. ഇറ്റ്സ് an ഓർഡർ. അവനെ സസ്പെൻഡ് ചെയ്തേക്ക്. യു ആർ സസ്പെൻഡഡ്. ജോലിയിൽ നിന്ന് തന്നെ നിന്നെ പറഞ്ഞുകൊണ്ടാ. ഞങ്ങൾ പറഞ്ഞ 20 മിനിറ്റാ, പക്ഷേ ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുള്ളൂ ബ്രോ. അതാണ് ഞങ്ങള്. എവിഡൻസ് ഉണ്ടെങ്കിൽ നീ തൂക്കിക്കൊല്ലോ. അത് നടക്കില്ലടാ. ഈ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി മാറ്റി നീ. ഇനിയുള്ള ഓരോ ദിവസവും നിന്റെ ലൈഫിൽ നീ മറക്കില്ല. അഭിജിത്ത്, കം. യെസ് ഡാഡ്. നീ ഒന്നും സംസാരിക്കണ്ട. നേരെ വീട്ടിലേക്ക് പോ. രാവിലെ ഗൃഹപ്രവേശനമാണ്. അതല്ല പണി നോക്കാം. സാറേ, തൽക്കാലം ഈ അന്വേഷണം ഒന്ന് നിർത്തിവെക്കും സാറേ. എന്തുണ്ടെങ്കിലും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. എല്ലാം ഒന്ന് സമാധാനമാട്ടെ സാർ. അമ്മേ, സാറേ, എന്ത് പറ്റി സാറേ? സുഭാഷ് സാറേ! സുഭാഷ്, മാഡം, സുഭാഷ്, മാഡം, സംഭവം കണ്ട ഷോക്കിൽ ബോധം കിട്ടാം. മാഡം, പ്ലീസ്. നിമിഷ, വേണം പറയണോ? അകത്ത് തരണം, അകത്ത് തരണം. പ്ലീസ് സർ, പ്ലീസ് പ്ലീസ് പറയുന്നത് കേക്ക്. പ്ലീസ് ഒന്ന് ക്ഷമിക്കും, സർ, ഒന്ന് പ്ലീസ്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിക്കും. കേറി വാടോ.
സർ അകത്തോട്ട് വന്നാട്ടെ. എങ്ങോട്ടാ മോളെ കൊണ്ടുപോകുന്നത്? 1 2